ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. നമ്മൾ ഇന്നത്തെ വീഡിയോ ലോങ് വീഡിയോ ചെയ്യാമെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വല്യമ്മച്ചിയുടെ സ്പെഷ്യൽ ഒരു ചൂരക്കറിയുടെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എടുത്തെന്ന് പറഞ്ഞേ എടുക്കുന്നെങ്കിൽ എൻ്റെ ചാനൽ ഇടാമല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം കേസ് എങ്ങനെ ഉണ്ടാകും. വീഡിയോ ഇഷ്ടപ്പെടുന്നതായാലും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് മറക്കരുത് കേട്ടോ. ടേസ്റ്റ് ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള നല്ല വലിയ ചൂരയാണ് കേട്ടോ. പാത്രം ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങോട്ട് എണ്ണ ഒഴിച്ചെടുക്കുക. അതിന് സൺഫ്ലവറോ വെജിറ്റബിൾ ഏതായാലും കുഴപ്പമില്ല. അതിനകത്തോട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ഉപ്പിലിട്ടൊന്ന് കറക്കി എടുക്കണം കേട്ടോ. ഒന്ന് ജസ്റ്റ് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നേരം ജസ്റ്റ് മിക്സി അടുക്കി പിടിക്കാം കേട്ടോ. പച്ചമുളകും വലിയ നടുവിലോട്ട് കയറി നമ്മൾ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുള്ള കറിവേപ്പില നമ്മളൊരു 4-5 തണ്ട് ഇടുന്നത് കേട്ടോ. കറിവേപ്പില എത്രയുണ്ട് അത്രയും വളരെ ടേസ്റ്റാണ് നമ്മുടെ കറിക്ക്.
നമ്മൾ ലേശം ഒരു ഇച്ചിരി ഒന്നിങ്ങനെ ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉലുവ പൊടിച്ചതാണ് കേട്ടോ. ഉലുവ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് അടച്ച് വെച്ച് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇതാണ് ഗൈസ് വല്യമ്മച്ചിയുടെ സ്പെഷ്യലായിട്ട് തിളച്ചൊന്ന് വരുമ്പോഴത്തേക്ക് കായ ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാ സാമ്പാറിൻ്റെ കായപ്പൊടി. എന്നിട്ട് ഞാൻ ഇച്ചിരി കറിവേപ്പില ഇട്ട് കേട്ടോ. എന്താ കഴിയാണത്. ഇനി നമുക്ക് മീൻ പൊരിക്കാനുള്ള പണിയാണ് കേട്ടോ. ഇവിടെയാണ് വല്യമ്മച്ചിയുടെ ട്രിക്ക്. പാനിലോട്ട് നമ്മൾ നേരത്തെ കണക്ക് തന്നെ എണ്ണ ഒഴിക്കാം കേട്ടോ. അത് സൺഫ്ലവർ ആയാലും നമ്മൾ സാധാ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ടോ? കറിവേപ്പില എങ്ങനെയുള്ള ഇടാം? തണ്ടായിട്ടും ഇടാം, അത് നമുക്ക് ഇലയായിട്ടും ഇടാം. പക്ഷെ തണ്ടായിട്ട് ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു ഇത്. ഇവിടെയാണ് ഗൈസ് ഞാൻ പറഞ്ഞ ട്രിക്ക്. നിങ്ങൾ മിക്കവരും ചെയ്യുന്നതായിരിക്കും. നമ്മൾ ആ കറിക്കകത്തുനിന്ന് ആവശ്യത്തിനുള്ള പീസസ് എടുത്ത് നമ്മൾ ഈ പൊരിക്കുന്നതിന് പാത്രം, അതായത് എണ്ണ ഇപ്പം നമ്മൾ അടിച്ചില്ല അതിനകത്തോട്ട് ഇട്ട് കൊടുക്കട്ടോ. ഇത് പൊരിക്കുക നമ്മളിതിപ്പോൾ സമയം എളുപ്പമായി. ജസ്റ്റ് കറിക്കകത്ത് ഓൾറെഡി മസാലയൊക്കെ ഇട്ട് ഒന്ന് വെന്തിളക്കാം. ജസ്റ്റ് ഒന്ന് പുറമൊന്ന് കളറാവുന്ന വരെ നമ്മൾ വെച്ചിരുന്നാൽ മതി അല്ലേ. അപ്പോൾ അതിട്ട് ആവശ്യത്തിന് നമുക്ക് ആവശ്യത്തിനുള്ള പൊരിക്കാനുള്ള മീനെടുത്ത് അതോട്ട് ഇടുക. അത്രേ ഉള്ളൂ. പിന്നെ അത് വെന്തിരുന്ന് തീർന്നു. പരിപാടിയായിരുന്നു മീൻകറി മീൻ പൊരിച്ചെന്ന് പറയുന്നത്. വല്യമ്മച്ചി പണ്ടേ ഈ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. എളുപ്പപ്പണിയാണ്. ജസ്റ്റ് ഒന്ന് മൊരിയുന്ന വരെ നോക്കിയിരുന്നാൽ മതി കേട്ടോ. അത് ഭയങ്കര സോഫ്റ്റും പുറകിൽ ക്രഞ്ചി മാത്രമല്ല ഭയങ്കര ഇതായിരിക്കും. അത് ടേസ്റ്റ് ആട്ടോ പക്ഷെ കഴിക്കാനായിട്ടോ. നമ്മുടെ ആവശ്യത്തിന് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എരിവിന് വേണ്ടി കുറച്ചും കൂടെ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടെ എരി ഇച്ചിരി മുമ്പ് ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞ് വലിയ എരി ഇല്ല കേട്ടോ. ആവശ്യത്തിന് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്നാക്കാം. നമുക്ക് എന്നിട്ട് എടുത്തിട്ട് തിരിങ്ങനെ ജസ്റ്റ് ഇളക്കി കൊടുക്കാം. നമുക്ക് ഒരുപാട് തിരിച്ചിട്ട് ഒക്കത്തില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി എടുക്കാം. അപ്പോഴത്തേക്ക് രണ്ട് സൈഡ് അടിപൊളിയായിട്ട് വരും കേട്ടോ. നല്ല ഇതാണ് എന്താ പറയുക, ഭയങ്കര നല്ല മീൻ. ഇവിടെ കിട്ടുന്ന ഭയങ്കര നല്ല വലിയ കഷ്ണമാണ്. അപ്പോൾ ഇത് കയറി മുറിച്ചാണ് നല്ല മീനാട്ടോ. അരച്ച് മേടിച്ചിട്ട് വരാം. ഭയങ്കര നല്ല മീൻ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിൽ കഴിക്കുന്ന ഫൈനൽ ലുക്ക് നല്ല സോഫ്റ്റ് ആൻഡ് സൂപ്പർ മീനാട്ടോ കിട്ടുന്നത്, ഒരു ഇതുമില്ലാത്ത. അപ്പോൾ ഒന്നുകൂടെ അടച്ചേക്കട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് കേട്ടോ മീനിൻ്റെ. അടിപൊളിയെന്ന് വെച്ചാൽ എൻ്റെ അപ്പം എനിക്ക് ഈ സംഭവം അത് പറഞ്ഞൊരു ചിക്കൻ ഫ്രൈ ലുക്ക് എനിക്ക് തോന്നി കേട്ടോ. ടേസ്റ്റ് ഏകദേശം ഇതൊക്കെയാണ്, ഒരു അളിയനായിട്ടൊക്കെ വരും. അപ്പോൾ അതൊരു ടേസ്റ്റാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഞാൻ നിങ്ങൾക്ക് കണങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മീൻകറിയുടെ ഫൈനൽ ലുക്കാണ് കേട്ടോ. എൻ്റെ ദൈവം എനിക്കിത് കണ്ടിട്ട് കഴിച്ചോളാം വയ്യാതിരിക്കും. നമുക്ക് ടേസ്റ്റ് ഫുഡ് കഴിക്കാൻ ചെയ്യാം കേട്ടോ. പയറുണ്ട്, പയർ തോരനുണ്ട്, മീൻകറിയുണ്ട്, മീൻ പൊരിച്ചിട്ട് വെണ്ടയ്ക്കുണ്ട്, സ്നാക്ക് എന്താണ്
സ്പൂണിലേക്ക് ഒന്ന് പിഴിഞ്ഞിട്ടുണ്ട്. Kalian tahu apa? Iഷ്ടപ്പെടാൻ ഷെയർ സബ്സ്ക്രൈബ്